നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെക്കാൾ ഇന്ത്യ ഈ കരാർ വഴി ലോകത്തിന് വ്യക്തമാക്കുന്നത് ഇന്ത്യ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു രാജ്യമായാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്കുൾപ്പെടെ അമേരിക്ക ചുമത്തിയ അധിക തീരുവകൾ പിൻവലിച്ചതും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18% കുറച്ചതും ഇന്ത്യയുടെ നിലപാട് അമേരിക്ക അംഗീകരിച്ചതിൻ്റെ തെളിവുകളാണ്. ഇത് വെറും സാമ്പത്തിക ഇളവല്ല. നയതന്ത്ര സാരഥി മോദിയുടെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദത്തോട് കീഴടങ്ങാതെ നിലപാട് തെളിയിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അമേരിക്കയിൽ നിന്നുള്ള പഴങ്ങൾ, ധാന്യങ്ങൾ, കാർഷിക വിഭവങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യ നൽകിയ നികുതി ഇളവുകൾ വിദേശ വിപണിയിൽ ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകുന്നു. ചോളം, സോയാബീൻ, എണ്ണ, പിസ്ത, കശുവണ്ടി, ബദാം, പഴങ്ങൾ എന്നിവയുടെ തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഓറഞ്ച്, പ്ലം, മുന്തിരി, വാഴപ്പഴം എന്നിവയ്ക്ക് നികുതി ഇളവ് നൽകിയിട്ടില്ല. ഇത് കാർഷിക മേഖലയുടെ അടിസ്ഥാന സുരക്ഷ ഉറപ്പാക്കുന്ന നിലപാട് പാലിക്കുന്നതായി വ്യക്തമാകുകയാണ്. ഇന്ത്യ ക്ഷീരമേഖലയുടെ സംരക്ഷണത്തിനും ഒരുപാട് ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഇത് ലോക വിപണിയിൽ പ്രവേശനവും വിപുലീകരണവും ലക്ഷ്യം വെച്ചിട്ടാണ്. ഇന്ത്യൻ അരിക്ക് അമേരിക്കയിലെ വിപണിയിൽ മുൻഗണന നൽകുന്നുവെന്ന് US സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷയും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള നീണ്ടകാല നയവുമാണിത്. അരി വെറും ഭക്ഷണം മാത്രമല്ല, അതൊരു സാമൂഹ്യ സാമ്പത്തിക അടിത്തറ കൂടിയാണ്. ഈ വിപണിയിൽ മുൻഗണന ഉറപ്പുവരുത്തുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ അന്താരാഷ്ട്ര നിലയെ ശക്തിപ്പെടുത്തുകയും കർഷകർക്കുള്ള നീതിയും വരുമാന ഉറപ്പും നൽകുകയും ചെയ്യുന്നു. ഇന്ത്യക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതിൽ അവസാനിക്കുന്നില്ല. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. ഇത് സാമ്പത്തിക രാഷ്ട്രീയ അടിത്തറയ്ക്ക് വലിയ മുന്നേറ്റം നൽകുന്നു. റബ്ബർ, പ്ലാസ്റ്റിക്, തുണിത്തരങ്ങൾ, തുകൽ, ചെരുപ്പ്, മരുന്നുകൾ, വിമാന ഭാഗങ്ങൾ, വാഹന സ്പെയർ പാർട്സ് എന്നിവയെല്ലാം കൂടുതൽ ലാഭകരമായി കയറ്റുമതി ചെയ്യപ്പെടും. ഈ ലാഭം വെറും വാണിജ്യപരമായി മാത്രമല്ല, ഇന്ത്യയുടെ വ്യവസായ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ പറ്റി ഒന്നും പറയാത്തത് ശ്രദ്ധേയമാണ്. ലോകം വ്യാപകമായ ജിയോപൊളിറ്റിക്സ് സമ്മർദ്ദത്തിലാണ്. ഇന്ത്യ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ നിലപാട് വെക്കുന്നത് ഇവിടെ വ്യക്തമാണ്. ഇത് വെറും കരാർ ഒപ്പുവെച്ചത് മാത്രമല്ല, ഒരു ദേശീയ രാഷ്ട്രീയ നയത്തിൻ്റെ പ്രകടനം കൂടിയാണ്. ഇതിലൂടെ നരേന്ദ്രമോദിയുടെ ഭരണകാലത്തിൻ്റെ പ്രത്യേകത വ്യക്തമാകുന്നു. വലിയ വാക്കുകളല്ല, വലിയ പ്രചാരണവുമല്ല, എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അഭിമാനവും നിലപാടും വ്യക്തമായി കാണിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇന്ത്യ ഇനി പിന്തുടരുന്ന രാജ്യമൊന്നുമല്ല, തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തിയാണ്. അതാണ് ഈ കരാറിലൂടെ തെളിയുന്നത്. സമ്പൂർണ്ണമായി വിലയിരുത്തുമ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ത്യക്ക് അനുകൂലമാണ്. സംവരണങ്ങളും നിയന്ത്രണങ്ങളും ബാക്കി മേഖലയിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ സാമ്പത്തിക വ്യവസായ ചുവടുകൾ ഉറപ്പു നൽകുന്നു. അതേസമയം ലോകത്തെ മറ്റ് ശക്തികൾ ഇന്ത്യയുടെ തൂക്കം തിരിച്ചറിയുന്നു. ഈ കരാർ വെറും വാണിജ്യ രേഖയല്ല, ഇന്ത്യയുടെ സ്വതന്ത്ര തീരുമാനക്ഷമതയും നയതന്ത്ര ബോധവും തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖല സംരക്ഷിക്കപ്പെടുകയും വ്യവസായ മേഖലകൾക്ക് വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. റഷ്യ അമേരിക്ക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്ന കരാറാണിത്. ഒരേ സമയം വിദേശ വിപണിയിൽ കൂടുതൽ സ്വാധീനം നിലനിർത്തി ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര തൂക്കം തെളിയിക്കുകയാണ് മോദി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യഥാർത്ഥത്തിൽ മോദി ഭരണകാലത്തിൻ്റെ ധാർഷ്ട്യവും നയശക്തിയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാട്, കാർഷിക വ്യവസായ വളർച്ച, വിദേശ നയതന്ത്ര ദിശ, ഓൾ ദീസ് വിൽ കണ്ടിന്യൂ ടു ബി ഷേപ്ഡ് ബൈ ഡിസിഷൻസ് ലൈക്ക് ദീസ്. ഇന്ത്യ എത്ര ശക്തിയുള്ള ഒരു രാജ്യമായി മാറിയെന്നും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് എന്തൊക്കെ ചുവടുകൾ ഉറപ്പുവരുത്തുന്നു എന്നും ഈ കരാർ തെളിയിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.